ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പം ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കേസും കുറച്ച് കാര്യങ്ങൾക്ക് വേറെ ഒരു ഔട്ട്ലെറ്റും അന്വേഷിക്കുമ്പോഴാണ് വിശ്വാസം പതറണത്. പറഞ്ഞാൽ മനസ്സിലായ? ഒന്ന് പറഞ്ഞ് 1 കൊരിന്ത്യസ് 15:27. 1 കൊരിന്ത്യസ് 15:27. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം, എല്ലാം യേശുവിലാണെന്ന്. അത് അമ്മയ്ക്ക് ആ ബോധ്യമുണ്ട്. അമ്മയ്ക്ക് ആ ബോധ്യമുണ്ട്. അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം യേശുവിലാണെന്നുള്ള ബോധ്യം ലോകത്തിനുണ്ടാകാൻ വേണ്ടിയാണ് അമ്മ യേശുവിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. കാനായിലെ കല്യാണ കുടുംബത്തിൽ ഒരു നിസ്സാര കാര്യമാണ്, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അത് വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിച്ചാൽ മതി, വീഞ്ഞില്ലെങ്കിൽ. നിസ്സാര കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവനും ലക്ഷക്കണക്കിന് മുന്തിരിത്തോട്ടമാണ്. എല്ലാ വീട്ടിലും ആവശ്യത്തിനേറെ വീഞ്ഞുണ്ട്, വേണമെങ്കിൽ വായ്പ വാങ്ങിച്ചാൽ മതി. പക്ഷേ അങ്ങനെയല്ല. വായ്പ വാങ്ങിക്കാൻ പറ്റിയ, കടം വാങ്ങിക്കാൻ പറ്റിയ സാഹചര്യം ഒരു കുടുംബത്തിനുണ്ടാകുമ്പോഴും അമ്മ ഉദ്ദേശിക്കുന്നത് നീ ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ കർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് നിൻ്റെ മാന്യത രക്ഷിക്കപ്പെടാൻ ദൈവം നിനക്ക് നൽകിയ നാമത്തിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തു. കൈയടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ വീഞ്ഞില്ലാത്ത അവസ്ഥ മുതൽ ഒരു ജീവനെ ഉയർപ്പിക്കുന്ന അവസ്ഥ വരെയുള്ള സമസ്തവുമാണ് ദൈവം 1 കൊരിന്ത്യസ് 15:27 അനുസരിച്ച് കൊണ്ട് അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനാണ് ഈ ബോധം ആദ്യമുണ്ടായത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ദൈവം സമസ്തവും നിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കണമെന്ന്. നിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വിവേചന ജ്ഞാനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കും എല്ലാം ഉപേക്ഷിക്കാൻ തോന്നിയത്. പത്രോസും കർത്താവിനെ അനുധാവനം ചെയ്തത് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ദൈവം സമസ്തവും ആടെ നാമത്തിൻ്റെ കീഴിലാണ് ആക്കിയിരിക്കുന്നത്. അവനെ അനുഗമിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളും സമസ്തവും ഉപേക്ഷിച്ചാണ് നിന്നെ അനുഗമിക്കുന്നത്. നമ്മുടെ യാത്രയിൽ എപ്പോഴും സമർപ്പണത്തിൻ്റെ വഴികളിലെല്ലാം മാറ്റിവെച്ച്, കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച്, കുറച്ച് നിങ്ങളുടെ വിനോദങ്ങൾക്കും നിങ്ങളുടെ വികസനങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച് നിങ്ങളുടെ പ്രശ്നസങ്കീർണമായ വിഷയങ്ങൾക്ക് മാത്രം ഈശോനെ കക്ഷി ചേർക്കുന്ന ഒരു മിനിമം ആധ്യാത്മികതയില്ലേ, അത് ക്രിസ്ത്യാനിറ്റിക്ക് യോജിച്ചതല്ല. അവിടെയാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ വരുന്നത്. ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നു. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇനി വിഷയം മാറുമ്പോൾ നിങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറും. അത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കൊണ്ടാണ് ഈ ഉടമ്പടിയിലെ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യാൻ കാരണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനുഭവത്തിലൂടെ വിശ്വാസത്തിലൂടെ നിന്നെ അറിഞ്ഞാൽ ഈ ക്ലേശസ് കാലം പിന്നിട്ടാലും ഞങ്ങൾ നിന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നിൻ്റെ സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ
ഹല്ലേലൂയ 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 യേശുവേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. എന്ത് വിഷയം വന്നാലും നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ ആ വിഷയം. അച്ഛനിപ്പോൾ എന്നാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാവോ? വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ പ്രായോഗിക നിലപാടുകളിലെ ചില മെയിൻ സബ്ജക്റ്റുകൾ മാത്രം കർത്താവിനെ ഏൽപ്പിക്കുകയും മറ്റുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് നാട്ടു നടപ്പനുസരിച്ചൊക്കെ ചെയ്ത് കൂട്ടുകയും ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ രക്ഷപ്പെടാത്ത ചില മേഖലകൾ മാത്രം യേശുവിനെ ആശ്രയിക്കുകയും മറ്റ് ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഒരു സദ്യക്ക് വിളിക്കുമ്പോൾ അത്താഴമോ ഒത്താഴമോ ഒരുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളെ സഹായിച്ചവരെയും നിങ്ങളുടെ ശേഷക്കാരെയും മാത്രം വിളിക്കരുത്, മറ്റെല്ലാവരെയും, അതിൻ്റെ വഴിയില്ല, ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത ആൾക്കാർ നാട്ടിലുണ്ട്, അവരെയും വിളിക്കണം. നമ്മളിപ്പോൾ ആരെയും വിളിക്കണില്ലല്ലോ. മനസ്സമ്മതത്തിന് നാട്ടുകാരൊക്കെ വിളിക്കും, കല്യാണത്തിന് നിങ്ങളുടെ കളറുള്ളവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. എല്ലാ വിഷയം കല്യാണം കെട്ടിക്കാൻ വരെ കർത്താവിനെ നീ ആശ്രയിക്കും, അടിയന്തരത്തിന് കർത്താവിനെ ക്ഷണിക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കല്യാണം ഒത്തു വന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കാലിൽ കെട്ടി വീഴും. പക്ഷേ കല്യാണം ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കല്യാണത്തിൽ കർത്താവിനെ വിളിക്കത്തില്ല, കർത്താവിൻ്റെ വചനം പാലിക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. ചില അനുഗ്രഹങ്ങൾ താമസിക്കാനുള്ള ഒരു കാരണം അതാ. ഞാനൊരു സിംഗിൾ ഇൻസിഡൻ്റ് അല്ല. എന്താ പത്രോസിന് എങ്ങനെയാണ് പത്രോസായെന്ന് അറിയാവോ? പത്രോസിനോട് ഒരിക്കൽ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചത്? നീ എല്ലാവരെക്കാൾ ഉപരിയായി എന്നെ. അപ്പോൾ 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് കരഞ്ഞു, സങ്കടപ്പെട്ടു. എന്നാ പറഞ്ഞു? അങ്ങയ്ക്ക് എല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞു, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:19. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 21:17. യോഹന്നാൻ്റെ സുവിശേഷം 21:17. എന്താ പത്രോസ് ചോദിച്ചത്? നമുക്കത് പറയാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൽ വളരണത്. നമുക്കും പറയാൻ കഴിയണം. എന്നാ പറയാൻ കഴിയണത്? നീ എന്നെ സ്നേഹിക്കുമെന്നോ എന്ന് കർത്താവ് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം പത്രോസിനെ പോലെ. എന്നാ പറഞ്ഞു പത്രോസ്? കർത്താവേ, നിനക്ക് എല്ലാം അറിയാമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 21:17. അങ്ങനെ നിഷ്കളങ്കമായി എല്ലാം അറിയാമെന്ന് പത്രോസിന് പറയാൻ കഴിഞ്ഞത് ഒരു ധൈര്യമാണ് ശരിക്കും. കാര്യം കർത്താവിനെ അറിയാൻ പാടില്ലാത്തതായിട്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. കർത്താവിനെ അറിയാൻ പാടില്ലാത്തതായിട്ട്, കർത്താവിനോട് പറയാത്തതായിട്ട് നിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും എന്ന് ഒന്നും ഉണ്ടാവാതിരിക്കുന്നുവോ അന്ന് കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എന്താ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? പല പ്രാവശ്യം പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈശോ ഒന്ന് വീട്ടിൽ വന്നിരുന്നെങ്കിലെന്ന്. പക്ഷെ പറഞ്ഞില്ല. ആളങ്ങനെ ഒരു ആളാണ്, പറയത്തില്ല. മാക്സിമം കർത്താവിനെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കും. പക്ഷെ പത്രോസിൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നിൻ്റെ വീട്ടിലൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താ സംഭവം എന്നറിയാവോ? അമ്മായി അമ്മയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിരിക്കുക. ആരുടെ? പത്രോസിൻ്റെ. കാര്യം എന്താ? പത്രോസ് കർത്താവിനെ അനുഗമിച്ചപ്പോൾ സമസ്തത്തിൻ്റെ കൂടത്തെ കുടുംബം ഉണ്ടായിരുന്നു. ഞങ്ങൾ സമസ്തവും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചല്ലോ എന്ന് ചോദിക്കണില്ലേ? ആ കൂട്ടത്തിൽ കുടുംബം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോഴേ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാഞ്ഞ കാരണം വൈഫിൻ്റെ അമ്മയോട് പറഞ്ഞ് വീട്ടിൽ വന്ന് നിന്നൊന്ന് സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് സഹായിച്ചു. പക്ഷെ അവർക്ക് പനിയായിപ്പോയി. അപ്പോഴേ കർത്താവിനത് മനസ്സിലാക്കി. നീ കർത്താവിനെപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈശോയ്ക്ക് മനസ്സിലാകുന്നല്ലവണ്ണം. ഇപ്പോൾ ചിലർ എൻ്റെ വീട്ടിൽ ഭാര്യയുടെ അമ്മ വന്ന് നിൽക്കുന്നു, എൻ്റെ വീട്ടിൽ അപ്പൻ്റെ അനുജൻ വന്ന് നിൽക്കുന്നു. എൻ്റെ മക്കളെ അതെല്ലാം കർത്താവിൻ്റെ പേരിലെടുക്കുന്ന മധുരഭാരങ്ങളാക്കി എടുക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ചില സാഹചര്യം കൊണ്ട് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ വൈഫിൻ്റെ അമ്മ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അനുജൻ വന്ന് നിൽക്കും. ചിലർക്ക് തമ്മിൽ അപ്പോൾ തന്നെ ഒരു ഭയങ്കര ഭാരവും അസ്വസ്ഥയും ഉണ്ടാവും. ഒരു ദൈവവചനം പാലിക്കാൻ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഭാരപ്പെടുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിനറിയാം നമ്മൾ ക്രിസ്ത്യൻസ് ഒന്നും അല്ലെന്ന് അറിയാൻ. ശരിക്കും അതാണ് കുഴപ്പം വരണേ. അങ്ങനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ എന്താ? പത്രോസിൻ്റെ വീട്ടിൽ അമ്മായിയമ്മ വന്ന് നിൽക്കുക.
പക്ഷെ അവർ പനിയായിപ്പോയി. പക്ഷെ ദൈവം അത് മനസ്സിലാക്കി അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. ആ വീട്ടിലെ കാഴ്ചയെല്ലാം കർത്താവ് കണ്ടതാണ്. കുഞ്ഞുങ്ങളെ തെരപ്പാര നടക്കുന്നതും നോക്കാനാരില്ലാത്തതും വെള്ളത്തിൽ രോഗം പിടിക്കുന്നതും നിൽക്കുന്നതും രോഗം പിടിക്കുന്നത്, ഈ സമസ്തവും ഇതെല്ലാം ഉപേക്ഷിച്ചാണ് പത്രോസ് കർത്താവിനെ അനുഗമിച്ചത്. ഒരു കുരിശ് എടുക്കണതിൽ പത്രോസിന് വലിയ വിഷമമില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ കർത്താവിനെ മനസ്സിലാക്കിയ ഒരാളാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കുറേ ഞെരുക്കവും ഭാരവും വരുമ്പോഴേ അത് ഈശോന്റെ വചനം പാലിക്കാൻ ദൈവം നൽകിയ ഒരവസരമായി അത് ഏറ്റെടുത്ത് വിശ്വാസം പ്രഖ്യാപിക്കാൻ കർത്താവേ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ ഗലാത്യർ 5:6 സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ ജീവിതത്തിന് വേണ്ടി കർത്താവേ ഞങ്ങൾ സമർപ്പിതരാകാൻ ഞങ്ങളെ വളർത്തണമേ, ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ സാക്ഷികളാക്കണമേ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്തിനായി പത്രോസിനെ അവതരിപ്പിക്കണമെന്ന് അറിയാവോ? പത്രോസും അമ്മയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അമ്മയെ കണ്ടപ്പോൾ എന്താണ് എലിസബത്ത് പറഞ്ഞത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതി. കർത്താവിൻ്റെ ഓരോ വചനങ്ങളും നിറവേറ്റാനുള്ളതാണെന്നുള്ളതും അമ്മ വിശ്വസിച്ചു. അതുപോലെ ഒരാളാണ് പത്രോസ്. കർത്താവിൻ്റെ ഓരോ വചനങ്ങളുമാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് എന്ന് പറഞ്ഞില്ലേ. എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ ജെറുസലേം ദൈവത്തെ വിട്ടുപോകരുത്, പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകരുത്. ചിലപ്പോൾ കടങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥ വരാം, എന്നാലും നീ പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകരുത്. കർത്താവ് പറഞ്ഞ വചനമാണത്. നടപടി 1:4 ലാസ്റ്റ് വെർഡിക്റ്റിലുള്ളതാണതെല്ലാം. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കത്തില്ലേ? കർത്താവ് ബൈ പറയണ സമയത്ത് കൊടുക്കുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. പലതരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ കാലമുണ്ടാകാം, കുടുംബത്തിൽ കലഹത്തിൻ്റെ കാലമുണ്ടാകാം, ഭാര്യ ഉപേക്ഷിച്ച് പോയെന്ന് പറയാം, ഭർത്താവ് ഉപേക്ഷിച്ച് പോയെന്ന് വരാം, നിനക്ക് അസുഖങ്ങളുണ്ടായെന്ന് പറയാം. വാട്ട് എവർ മേ ഹാപ്പൻസ് ക്യാൻ ഹാപ്പൻ. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അപ്പോഴെല്ലാം നിനക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണ്? നടപടി 1:4 നീ ജെറുസലേം വിട്ടുപോകരുത്. പത്രോസ് മാത്രമേ അത് പാലിച്ചുള്ളൂ. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായി? ജൂഡാസ് കാശെല്ലാം കൊണ്ടുപോയില്ലേ? ബാങ്ക്രപ്സി ഉണ്ടായി. ബാങ്കായിരുന്ന അയാളല്ലായിരുന്നോ കാശെല്ലാം കൈകാര്യം ചെയ്തത്? അയാളെ പറ്റിച്ചു. ഏജൻറ്റ് നമ്മളെ പരിചയമില്ല ചില ആൾക്കാരെ. വിസ തരാമെന്നും എമിഗ്രേഷൻ തരാമെന്നും PR തരാമെന്നൊക്കെ പറഞ്ഞ് ഇതുമാത്രം കാശ് വാങ്ങിച്ചിരിക്കുന്ന ഓരോരുത്തർ അവനെ കാണാൻ കൂടിയില്ലല്ലോ നമുക്ക്. അങ്ങനെ യുദാസന്മാരെ കാശടിച്ച് മാറ്റിയിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യും ചിലപ്പോഴേ. അപ്പോഴും കർത്താവ് പറയും ജെറുസലേം വിട്ടുപോകരുത്. നമ്മുടെ കാലണയില്ലാത്ത രീതിയിൽ നമ്മൾ പൈസ അടിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാലും കർത്താവിനെ നീ വിട്ടുപോകരുത്. എന്തിനാണ്? അങ്ങനെയുള്ള കാലമല്ല, എന്തിനുള്ളതാണ്? കാത്തിരിക്കാനുള്ളതാണ്. എന്തിനുള്ള കാലമാണ്? ക്ലേശത്തിൻ്റെ കാലം. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ശക്തി പോകുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ടുപോകരുത്. 24:49 ലൂക്ക 24:49. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ എന്തിനാണ് വിട്ടുപോകരുതെന്ന് പറഞ്ഞത്? നമ്മുടെ ശക്തി പോയി. നമ്മൾ പരീക്ഷ തോറ്റു, ഇൻ്റർവ്യൂ തോറ്റു, നമ്മുടെ ശക്തി വിട്ടുപോയി. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചതു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മുടെ ശക്തി പോയി. ശക്തി പോകുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? ഉന്നതങ്ങളുടെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അതാണ് നടപടി 1:4 ലൂക്ക 24:49. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നീ നഗരം വിട്ടുപോകരുത്. അതുതന്നെയാണല്ലേ, നഗരം വിട്ടുപോകരുതെന്ന് മാത്രമേ, ജെറുസലേം വിട്ടുപോകരുതെന്ന് മാത്രമേ നടപടി 1:4 എന്തുകൊണ്ട് വിട്ടുപോകരുതെന്ന് പറയണത് ലൂക്ക 24:49. എന്താണ് ഞാൻ വിട്ടുപോകുന്നത്? നിൻ്റെ ശക്തി പോകുമ്പോഴേ
കർത്താവിൻ്റെ ശക്തി നിനക്ക് തരാൻ കാലമായതുകൊണ്ട് കാത്തിരിക്കാൻ കൈയടിച്ച് കർത്താവ് താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ രൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. മർക്കോസ് ഉൾപ്പെടുന്ന ഉടുതുണി ഉപേക്ഷിച്ച് ഓടിപ്പോയ ഒരു കാലമുണ്ടത്. കർത്താവ് മരിച്ച് ശാരീരികമായ സാന്നിധ്യം ഉണ്ടായിരുന്ന കാലം, അപ്പോസ്തലന്മാർ തങ്ങളുടെ വഴിക്ക് ചിതറിപ്പോയ കാലം, പത്രോസും യോഹന്നാനും ഒറ്റപ്പെട്ട കാലം. അപ്പോഴും പത്രോസ് കർത്താവിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് ജെറുസലേമിൽ തന്നെ താമസിക്കും. ഗ്രേറ്റ് മാൻ. അവൻ കർത്താവ് പറഞ്ഞ പോലെ 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും നടപടി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പത്രോസ് 6-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. പത്രോസ് 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. നടപടി 3:1. പിന്നെ പറയും പത്രോസ് 6-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് മട്ടുപ്പാവിലേക്ക് കയറുകയായിരുന്നു എന്ന്. മട്ടുപ്പാവ് വീടിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുകയായിരുന്നു, ഒരു വാടക വീട്ടിൽ. ആ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അതിൻ്റെ മട്ടുപ്പാവിലേക്ക് കയറി. നടപടി 10:9. അവൻ കർത്താവിൻ്റെ ഏതെല്ലാം താൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. തൻ്റെ ഇട്ടുകൂട്ടെല്ലാം കൂടക്കാരും ശേഷക്കാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരെല്ലാം തന്നെ വിട്ടു പോയി. അപ്പോഴും കർത്താവ് പറഞ്ഞു, ആരെല്ലാം വിട്ടുപോയാലും നീ എന്നെ വിട്ടുപോകരുത്, ജെറുസലേം വിട്ടുപോകരുത്, പ്രാർത്ഥന വിട്ടുപോകരുത്. പ്രാർത്ഥന പത്രോസ് മാത്രം പ്രാർത്ഥന വിട്ടുപോയില്ല. അത് ആ വിശ്വാസമാണ് നമ്മൾ ഫോളോ ചെയ്യണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പക്ഷാപരത്തോടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. പ്രാർത്ഥികർത്താവേ, പത്രോസിനെ പോലെ ഏത് സാഹചര്യത്തിലും നിന്നെ വിട്ടുപോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ, നിന്റെ വാഗ്ദാനത്തിൻ്റെ കാത്തിരിപ്പ് പ്രാപിച്ചുകൊണ്ട് ബലം പ്രാപിക്കുവാൻ എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കയ്യൊപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. കൃപാസനത്തിൽ കഴിഞ്ഞ വർഷം അമ്മ നൽകിയ ഏറ്റവും വലിയ സന്ധിപ്പിൻ്റെ ഒരു പ്രാർത്ഥനാ രീതിയാണ് കയ്യൊപ്പ് പ്രാർത്ഥന. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട നായിക്കമ്പലം അച്ഛൻ പെട്ടെന്ന് ആകസ്മികമായി അൾത്താരയിൽ വന്നു. നിങ്ങൾ യൂട്യൂബിൽ കണ്ടതാണ്. അച്ഛൻ എല്ലാം നിരീക്ഷിച്ചു. അച്ഛൻ കുറേ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ചും അമ്മ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനൊരിക്കലും അച്ഛനോടൊന്നും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടില്ല. ഫസ്റ്റ് ടൈം ആ മീറ്റിംഗ്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറെ സ്പർശിച്ച ഒരു വാക്ക്, ഞങ്ങൾ ഒരു കപ്പ് കാപ്പി കുടിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഫാദർ, അച്ഛാ ഇതിൻ്റെ ഈ ഉടമ്പടി വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്, ആരും ചെയ്യേണ്ടതാണ്. പക്ഷേ അതല്ല ഇതിൻ്റെ ഒരു വിഷയം. ഉടമ്പടിക്ക്
ദൈവം നല്ല അഭിഷേകം കൊടുത്തിട്ടുണ്ടത്. പ്രൈസ് ലോർഡ്. അതെനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാര്യം നമ്മൾ ഉടമ്പടി ചെയ്യുന്നതല്ല ദൈവം നമുക്ക് ചെയ്തു തരണത്, അതിനേക്കാൾ 10,000 ഇരട്ടിയാണ്. അതാണ് എൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം കയ്യൊപ്പ് പ്രാർത്ഥന പറഞ്ഞു, കഴിഞ്ഞ വർഷം ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയും പറഞ്ഞു. ഇപ്പോഴെത്രയോ ആയിരങ്ങളാണ് കയ്യൊപ്പ് പ്രാർത്ഥന ഇവിടെ രക്ഷപ്പെട്ടു പറയുന്നത്. അതെന്താ കാര്യം? അമ്മയെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യണ വിഷയത്തെ ഹോണർ ചെയ്യും ദൈവം. അതല്ല അമ്മ പ്രത്യക്ഷപ്പെടേണ്ട ദൈവത്തിൻ്റെ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം അത് ഹോണർ ചെയ്യും. അതല്ലേ പണ്ട് എന്തെല്ലാം പ്രശ്നമുണ്ടായി? പത്രം വെച്ച് പ്രാർത്ഥിച്ച് ഗർഭം ഉണ്ടായിരുന്നവരെ നമ്മളെ കളിയാക്കി. അറിയാം, അവർ പറഞ്ഞു, അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ കാര്യം. ഞാനതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. കാര്യം ഇറ്റ് ഇസ് നോട്ട് അവർ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമുക്ക് ഒരു സബ്ജക്റ്റേ ഉള്ളൂ, കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ. വേറെ ഒരു സബ്ജക്റ്റും കൃപാസനത്തിനില്ല. അത് ഏത് ഇടി തീ വീണെന്ന് പറഞ്ഞാലും ബോംബ് വീണെന്ന് പറഞ്ഞാലും അതിനുള്ളിലൂടെ അമ്മയുടെ കൈ പിടിച്ച് നമ്മൾ കർത്താവിന് ലോകത്തിന് കൊടുക്കും. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഏത് സാഹചര്യത്തിലും അങ്ങേ ലോകത്തിൽ കൊടുത്ത് അനേകം മക്കൾക്ക് അങ്ങ് നൽകിയ നിത്യജീവൻ ലഭിക്കുവാൻ അങ്ങയുടെ കൈയും കാലുമായി അമ്മയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ അഭിഷേകമാണ് വിഷയം. ഇപ്പം നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പക്ഷേ നമ്മളെ സുഖപ്പെടുത്തുന്ന ആരാ? അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ സുഖപ്പെടുന്നു, ഹോണർ ചെയ്യും. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പർട്ടിക്കുലർ അനോയിൻറ്റിങ് തന്നിരിക്കുന്ന അഭിഷേകം. അതുകൊണ്ട് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെ രോഗ സ്ഥലങ്ങളെല്ലാം നിങ്ങളുടെ കൈകളെ വെക്കണം. എന്നിട്ട് പറയണം, അമ്മയുടെ മധ്യസ്ഥയിലാണ് ഈശോ ഈ കൈ വെച്ചിരിക്കുന്നത്, നിൻ്റെ നാമത്തിലാണെന്ന് പറയണം. സിമ്പിൾ പ്രെയറാണ്. നിൻ്റെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം, നിൻ്റെ ഉദര രോഗികളുണ്ട്. ഇപ്പോൾ സിസ്റ്റർ സുഖപ്പെട്ട സാക്ഷ്യം പറഞ്ഞില്ലേ, എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് ജനങ്ങൾ പറയണത്. ഞാൻ ഇതിൻ്റെ അമിതമായി ആഹ്ലാദിക്കുകയോ അല്ലെങ്കിൽ അമിതമായി അതിൽ വലിയ കാര്യമായിട്ട് കാണുകയോ ഒന്നും ചെയ്യണില്ല. എന്താ കാര്യം? ഇതൊന്നുമല്ല വലിയ കാര്യം. സമയക്കഠികാരവും നെഞ്ചിൽ ചാർത്തി 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഈ സമയക്കഠികാരം എന്താണ്? അതിലൂടെ ലോകം അറിയേണ്ട എന്തോ കാര്യമുണ്ട്. അത് സഭയാണ് പറയേണ്ടത്. അത് സഭ ആ വിഷയം പഠിക്കണം. സഭയെ പഠിക്കാനുള്ള പ്രേരണ നൽകുന്നതാണ് ഈ അടയാളങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. അത് പിസ്റ്റുല രോഗമായാലും പിഷ രോഗമായാലും ഇനി ഗർഭാശയത്തിൽ സിസ്തുള്ളവരായാലും മൂത്രാശയത്തിൽ കല്ലുള്ളവരായാലും അവർ ഈശോ നാമത്തിൽ അടിവയറ്റിൽ കൈവെക്കുക. ഇപ്പോൾ ഗർഭപാത്രത്തിൽ ചില സമയത്ത് ഫെലോപ്പിൻ ട്യൂബിൽ തന്നെ പ്രഗ്നൻസി വരും. അപ്പോൾ ആ ട്യൂബ് മുറിച്ച് കളയും. അപ്പോൾ ഇനി ഒരു ട്യൂബേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറയും ആ ട്യൂബിൽ ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. അപ്പോൾ നീ എന്ത് ചെയ്യണം? സാധ്യതയില്ലെന്ന് നീ പറയണം. എന്താ കാര്യം? നീ മരിച്ചുയർത്തെന്നതിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാധ്യതയില്ല എന്ന് നീ പറയണം. ഡോക്ടർ പറയും സാധ്യതയുണ്ടെന്ന് പറയും. അപ്പോൾ നീ പറയും സാധ്യതയില്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് നീ അവിടെ കൈവെക്കും. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഞാൻ കൈവച്ചിരിക്കുന്നത്, ഈശോയുടെ നാമത്തിലാണെന്ന് പറയണം. ഹൃദയത്തിന് അസുഖമുള്ളവരെ, വാലുവിന് ചുരുക്കമുള്ളവരുണ്ടാകാം, ചിലപ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ളവരുണ്ടാകാം. ഇക്കാലത്തെ കൊളസ്ട്രോൾ വരണമെങ്കിൽ നെയ്യ് ആഹാരം തന്നെ കഴിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ചുമ്മാ ടെൻഷൻ അടിച്ചാൽ മതി, കൊളസ്ട്രോൾ താനേ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കൈവെക്കുക, നെഞ്ചിൽ കൈവെക്കുക. പ്രഷർ രോഗികൾ ഒക്കെ നെഞ്ചിൽ കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികൾ, കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. എന്നിട്ട് പറയണം, ഈ കൈ ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ് വെക്കുന്നത്, ഈശോയുടെ നാമത്തിലാണ് വെക്കുന്നത്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ്, ഈ കൈ ഈശോയുടെ നാമത്തിലാണ് വെക്കുന്നത്, അമ്മയുടെ മധ്യസ്ഥതയിലാണ്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. കൈയെടുക്കരുത്. അതുപോലെ തന്നെ തൊണ്ടയിൽ അസുഖമുള്ളവർ, ടോൺസൈറ്റുകാർ, തൈറോയിഡുകാർ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ കഴുത്തിൽ കൈവെക്കുക. തലഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവുള്ളവർ, കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, ചെവിക്ക് ഡിസ്ചാർജ് ഉള്ളവർ നെറ്റിയിൽ കൈവെക്കുക. ശിരസ് സംബന്ധമായ രോഗമുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. നാക്കായാലും പല്ലായാലും മോണയായാലും തൊണ്ടയുടെ ഉൾഭാഗമായാലും എല്ലാത്തിനു വേണ്ടി നെറ്റിയിൽ കൈവെക്കുക. എന്നിട്ട് പറയുക, ഈ കൈ
ഈശോയുടെ നാമത്തിലാണ്, അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഞാൻ എൻ്റെ രോഗാദ്ര സ്ഥലത്ത് വെക്കുന്നത്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഇനി കിഡ്നി രോഗികൾ, നടുവേദനക്കാരും നടുവിൽ കൈവെക്കുക, 2 കൈകളും. ഇപ്പം കൈവെക്കാൻ പറഞ്ഞാൽ ആരും എടുക്കരുത്, ആ കൈ അവിടെ തന്നെ ഇരിക്കട്ടെ. ഒരു കൈ ഇനി വേറെ രോഗം പറയുമ്പോൾ ഒരു കൈ എടുത്തിട്ട് മറ്റു കൈ കൊണ്ട് അടുത്ത രോഗത്തിന് വെക്കാം. ചിലപ്പോൾ 1-2 രോഗങ്ങളവിടെ ഉണ്ടാകും. കിഡ്നി രോഗികൾ, നടുവേദനക്കാർ നടുവിൽ കൈവെക്കുക. ഡിസ്ക് അകലുന്നവർ, കശേരികൾ അകന്നവർ, നീർക്കെട്ടലുള്ളവർ, കശേരികൾ ദ്രവിച്ചവർ, അടന്നു പോയവർ, അവിടെ കമ്പി ഇട്ടിരിക്കുന്നവർ ഒക്കെ നടുവിൽ കൈവെക്കുക. പറയുക, ഈ കൈ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തിലാണ് ഞാൻ വെക്കുന്നത്. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, you be healed. Yes, yes, hallelujah. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, നമ്മളിനി ആസകലമുള്ള രോഗങ്ങളുണ്ടാവും. ചിലപ്പോൾ ചൊറിഞ്ഞു പൊട്ടൽ, വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, ഒത്തിരിയേറെ അമ്മ ഈ വേദിയിൽ സുഖപ്പെടുത്തിയിട്ടുണ്ട്. വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, അലർജി രോഗികൾ, കാലാവസ്ഥ തണുക്കുമ്പോൾ അലർജി ഉണ്ടാകും, കാലാവസ്ഥ ചൂടാകുമ്പോൾ അലർജി ഉണ്ടാകും, പൊടി കയറുമ്പോൾ അലർജി ഉണ്ടാകും, മഴ പെയ്യുമ്പോൾ അലർജി, വെയിൽ വരുമ്പോൾ അലർജി, മൊത്തം തൊട്ടൽ അലർജി ഉണ്ടാകും. ഒത്തിരിയേറെ അലർജിക്ക് ഉള്ളവരെ അത്ഭുതകരമായി സുഖപ്പെട്ട് ഈ ആരാധന വേദിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 20 കൊല്ലം തുമ്മുന്നവർ, 10 കൊല്ലം തുമ്മുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അലർജി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. ആ രോഗം വന്നാൽ ഓഫീസിലൊക്കെ ഇരിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കും, കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അലർജി രോഗങ്ങൾ അത് മുഴുവനും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടേണ്ട രോഗങ്ങളാണ്. അതിന് പ്രത്യേക മരുന്നുകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ രോഗങ്ങൾ, അത് മേജർ ഡിസീസ് ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ തന്നെ അൾസർ രോഗങ്ങൾ. അൾസർ തന്നെ എത്രയോ തരമുണ്ട്. ഹെർണിയ പോലും ചില സമയത്ത് അൾസറായിട്ട് മാറും. വൃഷണ രോഗങ്ങൾ, നല്ല കൗണ്ടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, അതുപോലെ തന്നെ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. രോഗങ്ങളെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അതെല്ലാം ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥയിൽ സൗഖ്യത്തിനായി ഈ രോഗത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പറയുക, പരിശുദ്ധമ്മേ ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ സൗഖ്യത്തിനായി ഈ രോഗം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഓരോ രോഗങ്ങൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയണം അറിയാവുന്നവർ, രോഗമുള്ളവർ. ചിലർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ലൈംഗികമായ വാസനയായിരിക്കും. അവർക്ക് തന്നെ അറിയാം തെറ്റാണ്, പക്ഷേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവരെ കുറ്റമല്ല പറയേണ്ടത്, അവരുടെ അവസ്ഥയാണ് ബലഹീനത. അങ്ങനെയുള്ള ബലഹീനതയാണ് നിനക്കുള്ളതെങ്കിൽ അത് പറയണം. പരിശുദ്ധമേ ദേവമാതാവേ, എൻ്റെ ബലഹീനത ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയണം. കാര്യം എല്ലാം ഏറ്റെടുക്കണവനാണ് ഈശോ. നമ്മുടെ ബലഹീനതകളാണ് അവൻ ഏറ്റെടുത്തതെന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബലഹീനതകൾ അപ്പോൾ പണ്ട് മുതൽ ഇത് ഉള്ളതാണ് മനുഷ്യനെ. ഐസയ 53:5 മുതലുള്ള നമ്മുടെ ഭാരങ്ങൾ അവൻ ചുമന്നു, നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു വന്നു. ഒരു പ്രത്യേക സ്വഭാവശീലമായിരിക്കാം. ചിലപ്പോൾ നിയമപരമായിട്ട് ജയിലിൽ പോകാൻ പറ്റിയ സ്വഭാവ വൈകൃതമായിരിക്കാം. അതെന്തായാലും അത് നീ മൗനമായിട്ട് കർത്താവിനോട് പറയണം. കർത്താവേ, എൻ്റെ ബലഹീനതകളെ ഏറ്റെടുത്തവനെ, അമ്മേ ഇത് യേശോ ഏറ്റെടുക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, എൻ്റെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അസ്ഥിയുരുക്കത്തിൻ്റെ രോഗികളുണ്ടാകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. വെറുതെ വെള്ളപ്പൊക്കുകൾ, പീരീഡ്സ് ഭയങ്കര വിഷമം പിടിച്ച അവസ്ഥയിൽ വേദനിക്കുന്നവരുണ്ട്. പെണ്ണായി ജനിച്ചത് തന്നെ
ശപിക്കപ്പെട്ടതുപോലെ കരുതണവരുണ്ട്. കാര്യം ദിവസങ്ങളോട് നിൽക്കുന്ന 10-12 ദിവസം കഠോര വേദനയിൽ നിൽക്കുന്ന ഛർദിൽ, നടുവേദന, ഉറക്കമില്ലായ്മ, മാനസിക തകർച്ച ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സിവിയർ പീരീഡ്സ് പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഓരോ രോഗങ്ങൾ, വ്യത്യസ്തമായ രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, SLE രോഗങ്ങൾ, ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ്, ആൻറ്റിബോഡിയുടെ വർക്കുകൾ, അതുമൂലം ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ക്ഷയങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ഇത്തരം രോഗങ്ങളെല്ലാം ഈ ആരാധനയിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ദിവ്യകൃപാനയിലെ പരിശുദ്ധ അമ്മ വഴി ഈ അപൂർവ രോഗങ്ങളെ, അജ്ഞാത രോഗങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. മൂത്രത്തിൽ കല്ലുള്ളവരുണ്ടാകാം. ചിലപ്പോൾ 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററൊക്കെ കല്ല് വലിപ്പമുണ്ട്. ഡയാലിസിന് പോലും ഇനി കല്ല് വരുന്നത് ആ ഡയാലിസിന് പോകേണ്ടി വരുമെന്ന് ചിലപ്പോൾ ഡോക്ടർ നിന്നോട് പറഞ്ഞു കാണാം. അങ്ങനെയുള്ള ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. അതൊന്നും നീ കേട്ട് വിഷമിക്കരുത്. നിൻ്റെ ദൈവം, അവൻ്റെ കരങ്ങൾ നിന്നെ രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, അത് നിന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ നിനക്ക് വേണ്ടി ഈ സമയം മധ്യസ്ഥം വഹിക്കുന്നത്. അങ്ങനെ രോഗമുള്ള ഇടത്തെല്ലാം ഈ രോഗങ്ങൾ മുഴുവൻ അപസ്മാര രോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഭ്രാന്ത്, ചിലപ്പോൾ നിനക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല, നിൻ്റെ വീട്ടിലുണ്ടാകാം. ഭ്രാന്തുകൾ ഉള്ളവർ, മാനസിക രോഗമുള്ളവർ, അവരെയൊക്കെ എല്ലാം ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നിൻ്റെ കൈകളെ നീ പൊതിഞ്ഞ് കൈകളെ കൊണ്ട് ശരീരം പൊതിയണം. എന്നെ ശ്രവിക്കുന്ന ഈ ശുശ്രൂഷ ജീവനോടെ പങ്കെടുക്കുന്ന, ജീവനുള്ള വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന അനേക രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും വീടുകളിലും നാടുകളിലും ഇടങ്ങളിലുമുള്ളവർ ഇപ്പോഴ് കൈകൾ കൊണ്ട് ശരീരം പൊതിഞ്ഞ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് അടിമുടി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ മഴ പെയ്യാൻ, അടിമുടി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ മഴ പെയ്യുന്ന ഈ സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവേ, 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 നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 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 സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കൈ കൊണ്ട് ശരീരം പൊതിഞ്ഞ് സർവ്വരോഗങ്ങൾക്കിടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, മാരക രോഗങ്ങള്, സ്ഥിരവേദികൾ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ വളരെ ഹൃദ്യമായ ഒരു വചനമുണ്ട്. അവനെല്ലാം നല്ലതുപോലെ ചെയ്യുന്നവൻ. ബധിരൻ പറഞ്ഞതാ, അവൻ സംസാരിക്കാണ്ടിരിക്കിരുന്ന് അവനെ കർത്താവ് അതിൻ്റെ ബധിരത മാറ്റിയപ്പോൾ അവൻ പറഞ്ഞതാണ്. അത് കേട്ട് ജനങ്ങളും പറഞ്ഞു, അവൻ എല്ലാം നല്ലതുപോലെ ചെയ്യുന്നു. മർക്കോസ് 9:37 അവനെല്ലാം നല്ലതുപോലെ ചെയ്യുന്നു. എല്ലാം ചെയ്യേണ്ട സമയത്ത് നല്ലതുപോലെ ചെയ്യാം. ഞാനിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളാണ്. ചിലർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ചിലർക്ക് വൈറ്റ് പരീക്ഷ അവസാനത്തെ ഉണ്ടായതും തോറ്റു, ചിലർ അടുത്ത പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിരിക്കുന്നു. ഇതുപോലെ OIT, MOH, ഹാദ് അതുപോലെയുള്ള നൈപുണ്യ യോഗ്യതാ പരീക്ഷകൾക്ക് ഡേറ്റ് എടുത്തവർ, ചിലർ ഇവാലുവേഷന് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടൽ നീന്തി തളരുന്നവർ, കൈ സൂക്ഷിച്ചു പോകുന്നവർ, ശക്തി സൂക്ഷിച്ചു പോകുന്നവർ, അവിടെ കൂടിയാണ് കർത്താവ് പറഞ്ഞതാണ്, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്സ്. കൈ നീന്തി തളർന്നവരോട് കർത്താവ് പറഞ്ഞ വാക്കാണ്, കൈ നീട്ടുക. അപ്പോൾ കൈ സൂക്ഷിച്ചു പോയവൻ പറഞ്ഞു, ഐ കാൻറ്റ് ദിസ്, എനിക്ക് പറ്റണില്ല കർത്താവേ, അത്രയും ഇത് തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ കർത്താവിൻ്റെ വചനം പറയണത് എന്താണെന്നറിയാമോ?
കൈ നീട്ടപ്പെടാൻ നിവൃത്തിയില്ലാത്തവൻ്റെ മേൽ കർത്താവ് കൈ നീട്ടിയെന്ന് കൈ ഇട്ടിച്ച് കർത്താവ് ചൊല്ലുക. ഇപ്പം നിൻ്റെ മേൽ കർത്താവ് കൈ നീട്ടുന്ന സമയമാണ്. എല്ലാം നല്ലതുപോലെ ചെയ്യുന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാധീനതകളെ, ഇപ്പോൾ ചിലർ വസ്തു വിറ്റ് മാറാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയണത്. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് സാക്ഷ്യങ്ങൾ കേട്ടില്ലേ, ആ വസ്തു വിറ്റ് മാറിയില്ലെങ്കിൽ പിന്നെ ബാങ്ക് കടം കയറി ജപ്റ്റായി പോകും. സമയത്തിനാണ് പ്രാധാന്യം. ആ സമയം ജപ്റ്റിയായി പോകുന്ന സമയത്തിന് മുമ്പ് ഇത് വിറ്റ് മാറ്റണതിന് ചിലപ്പോൾ ഷോർട്ട് ടൈമേ ഉണ്ടാകത്തുള്ളൂ. സമയച്ചുരുക്കം, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അമ്മ അവൻ പറയണ പോലെ ചെയ്ത് സമയം ചുരുക്കിയെടുക്കുന്ന പ്രാർത്ഥനയാണത്. അതെന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പച്ചൻ അപ്പച്ചൻ പറഞ്ഞില്ലേ, നിങ്ങൾ അത് വായിച്ച് നോക്കണം, അതിൻ്റെ ഹാൻഡ് ബുക്ക് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ ടെക്നിക്കാലിറ്റി കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുണ്ട്, 240 പേജുള്ള ഉടമ്പടി എന്ന് പറയുന്നത്, അതിൻ്റെ പ്രയോഗവിധികളെക്കുറിച്ച് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ തീർന്നു പോയത്, അടുത്ത മാസമേ ഇനി കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ന് ഹാൻഡ് ബുക്ക് മതി, കാര്യങ്ങൾ മനസ്സിലാക്കി അർത്ഥവത്തായിട്ട് ഉടമ്പടി അനുഷ്ഠിക്കാൻ ഹാൻഡ് ബുക്ക് മതി. പക്ഷെ അത് വായിച്ച് നോക്കണം. അത്ര സിമ്പിളല്ലത്. കുറച്ച് നേരം ഇരുന്ന് ഹൃദയപൂർവ്വം വായിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. അതിനാണ് ഈ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ എടുത്തു കൂട്ടണത്. അപ്പോൾ അത് പഠിച്ചിട്ട് സമയം ചുരുക്കിയെടുക്കണം. സമയ ചുരുക്കത്തിൽ ദൈവിക പുണ്യത്തിനുള്ള റോൾ എന്താണ്, എല്ലാം താത്വികമായിട്ടാണ് അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. അല്ലാതെ ഈസിയായിട്ട് കാണരുത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭാഗോടമ്പടി നടക്കാത്തവരെ, വസ്തു പേരിൽ കൂട്ടി കിട്ടാത്തവരെ, അവകാശികൾ മരിച്ചുപോയത് കാരണം പല അവകാശികൾ ക്ലെയിം ചെയ്തിട്ട് ആകെപ്പാടെ ജാർഗണായിപ്പോയ അവസ്ഥകൾ, തമ്മിൽ മിണ്ടാത്തവർ, തന്ത്രപരമായിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് കൊടുക്കാനുള്ള കൊടുക്കാതെ കാണിക്കുന്ന നീച തരങ്ങൾ, ആ മണ്ഡലങ്ങളെല്ലാം സമർപ്പിക്കേണ്ടതാണ്. ഇതൊന്നും നമുക്ക് വിഷയമല്ല. ദൈവം സമസ്തവും അവൻ്റെ പാദത്തിന് കീഴാക്കിയിരിക്കണം. ദുഷ്ടബുദ്ധിയായാലും ശരി, ഉപ്പിരിക്കുന്ന കുടം ഉടനെ പോലെ ഉടയും. നീ ഉടമ്പടിയിൽ അമ്മ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും കിട്ടാത്ത വഴികൾ, മനഃപൂർവ്വം തരാത്ത വഴികൾ, നമ്മൾ വിറ്റുചുട്ട് പോകാൻ വേണ്ടി പെട്ടവലക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി വഴി ബ്ലോക്ക് ചെയ്യുന്നവർ, നമ്മളെ മധ്യസ്ഥന്മാരായിട്ട് വെച്ചവന്മാരും കോഴ മേടിച്ച് അവിടെ കൂടെ കൂടിയിരിക്കുന്ന അവസ്ഥകൾ, വക്കീൽമാർ തമ്മിൽ ഒത്തുകളി കൊണ്ട് കേസ് ലാഗ് ചെയ്ത് പോവുകയും നമുക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള വിധി ദിവസം, വിസ്താര ദിവസം വക്കീൽ ഹാജരാകാതെ ബോധപൂർവ്വം മാറി നിൽക്കുന്ന ദുഷ്ടത്തരങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള വിഷമതകളാണ് ജനത അനുഭവിക്കുന്നത്. അതെല്ലാം കണ്ണീരിടാനുള്ള ഒരേ ഒരു സ്ഥലമാണ് അമ്മ സന്നിധാനം. നീ നിൻ്റെ സങ്കടങ്ങൾ പറയുക, മക്കളുടെ ദുർസ്വഭാവങ്ങൾ, വിശ്വാസം നിരക്കാത്ത ബന്ധങ്ങൾ, ദൈവത്തിനെ പോലും മാനിക്കാതെ സ്വന്തം ശരീരത്തിൻ്റെ ചേഷ്ടകൾക്കനുസരിച്ച് ഉണ്ടാകുന്ന അത്യാഗ്രഹങ്ങളുടെ പേരിൽ വിശ്വാസം ത്യജിച്ച് ആത്മാവിനെ പണയം വെച്ച് ശരീരത്തിന് നേട്ടമുണ്ടാക്കാനുള്ള അന്ധവേഗങ്ങളിലെ കണ്ണു കാണാൻ പാടില്ലാതെ സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങൾ ഇവിടെ ഇപ്പോഴും പ്രാർത്ഥനയാകേണ്ട സമയമാണ്. സാമ്പത്തിക കടങ്ങൾ, ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥകൾ, തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, വിസ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, പിന്നീട് വിസ കിട്ടാൻ സാധ്യതയില്ലാത്ത അവസ്ഥകൾ, പിരിയാൻ വേണ്ടി പ്രത്യേകം PR ചതി കാണിക്കുന്നവർ, സാമ്പത്തികം തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളുടെ പേരിൽ വേറെ ഒരു കാര്യമില്ല, കുറേ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കുറേ ശാരീരികമായ സുഖവും കൈപ്പറ്റിയതിന് ശേഷം ചണ്ടി പോലെ വലിച്ചെറിയാൻ പോകുന്ന പൈശാചിക മാനസികാവസ്ഥകൾ, ഇങ്ങനെയുള്ള വേദന കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഭാരപ്പെട്ട് നടക്കുന്നവർ, സ്നേഹരാഹിത്യം അനുഭവിക്കുന്നവർ, വീട്ടിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് മുഖത്ത് നോക്കി നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചു പോകുന്ന ആന്തരിക ചങ്കനീരാകുന്ന വേദനകൾ, ആരോട് പറയാനെന്ന് കണ്ണുനീരിടുന്ന നിശ്വാസങ്ങൾ എല്ലാം അമ്മയോട് പറയുക.
തുറന്ന് പറഞ്ഞ് അമ്മയെ ഈശോനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് കണ്ണീരിടുക. ആ മേഖലകളെല്ലാം അമ്മ എല്ലാ ഇല്ലായ്മകളുടെ കൂടെ അവർക്ക് വീഞ്ഞില്ല എന്ന് മാത്രമല്ല അമ്മ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ കൂടെ അപമാനപ്പെടുന്ന സാഹചര്യമുണ്ടെന്ന് കൂടി അർത്ഥമുണ്ടതിനെ. നിൻ്റെ അപമാനത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, നിൻ്റെ അടുക്കളയിലായാലും നിൻ്റെ അരങ്ങത്തായാലും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നിനക്ക് നൽകിയ ദൈവത്തിൻ്റെ നിധിയാണ് അമ്മ. അമ്മ ഇപ്പോൾ നിനക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന ദൈവികമായ സമയമാണ്. കാരണം അമ്മയോട് ചേർന്ന് കണ്ണീരിടുക. നിൻ്റെ വിഷമതകളെ, വേദനകളെ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ കണ്ണീരെല്ലാം ഓരോ മക്കളുടെ പരസ്യവും രഹസ്യവുമായ വേദനകളും ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ തിരുക്കുമാനെ കൊടുത്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെടി ആൾത്താരേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവേ, ദൈവത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഷാർപ്പ് ടൈമിനെ അമ്മ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ്. ലോകം മുഴുവനും ഈ ശുശ്രൂഷ വാച്ച് ചെയ്യുന്നവർ ഇപ്പോൾ ഡേറ്റ് മൊബൈലിലേക്ക് ഇടുക. വിശ്വാസത്തോടു കൂടി തീയതികൾ, സമയങ്ങൾ, ഇൻ്റർവ്യൂ സമയം, സ്ഥലമളവ്, കോടതി കേസ്, വിധി വിസ്താരം, വാടക കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകാതെ നിൽക്കുന്നവർ, തന്ത്രപരമായി കേസ് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരെ അതെല്ലാം ഡേറ്റ് ഇടുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഡേറ്റ് സമർപ്പിക്കുക, സമയത്തെ സമർപ്പിക്കുക. വിവാഹ ഡേറ്റ്, സ്ഥലത്തിൻ്റെ ഡേറ്റ്, ഇതിനേക്കാളെല്ലാം ഉപരി തീരുമാനിക്കേണ്ടതാണ്. ഞാൻ സ്വകരാജ്യത്തിൻ്റെ സാക്ഷിയായി യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതം ക്രമീകരിക്കും. ഞാൻ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കുമെന്ന് തീരുമാനിച്ചിട്ട് നീ ഡേറ്റ് ഇടുക. കർത്താവ് സമയത്തെ ചുരുക്കുന്ന, സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവെ, അങ്ങനെ മക്കൾക്ക് വേണ്ടി അങ്ങ് കാലം ചുരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തെ ചുരുക്കി കൊടുക്കണമേ കർത്താവേ. രോഗിയായാലും ഒരു നിമിഷം നേരത്തെ സുഖപ്പെടാൻ ഇടയാക്കണമേ കർത്താവേ. കടമായാലും ഒരു ദിവസം നേരത്തെ അത് വിടുതൽ പ്രാപിക്കാൻ ഇടയാക്കണമേ കർത്താവേ. കാലത്തെ ചുരുക്കി വിടുതൽ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നിറച്ച വസ്തുക്കൾ എടുക്കുക, നിറച്ച വസ്തുക്കൾ എടുക്കുക. സമാപനാശീർവാദം. പത്രം വാങ്ങാത്തവർ കൗണ്ടറിൽ നിന്ന് പത്രം വാങ്ങി ചീട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ചീട്ടുകളാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി പരിശോധിക്കുന്നത്. അതിനകത്ത് ഈ മാസത്തെ മന്ത് ഉണ്ടോ, ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. പത്രത്തിൻ്റെ കാർഡ് കിട്ടുമ്പോൾ അതിൽ ഈ മാസത്തിൻ്റെ പേര് ഫെബ്രുവരി, ഇന്നത്തെ ഡേറ്റ് 18, അതുണ്ടോ എന്ന് നോക്കണം. ഒന്നും രണ്ടും ഉടമ്പടി പുതുക്കുന്നതിന് ഈസിയാണ്. പത്രത്തിൻ്റെ കാർഡ് മാത്രം കാണിച്ചാൽ മതി. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനാ ദിവസവും ഉടമ്പടിയുണ്ട്. ഇന്നും പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പ്രാർത്ഥനാ ദിവസം പണ്ട് ഉടമ്പടി ഇല്ലായിരുന്നു. ഇപ്പം മുതലുണ്ട്, ഈ വർഷം മുതലുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 2:30 ആശീർവാദം കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്. നിറച്ച വസ്തുക്കൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക്. അതിനുശേഷം ഭക്ഷണം കഴിക്കാം.
കറക്റ്റ് ഉടമ്പടി ചെയ്യാനുള്ളവർ 4 മണിക്ക് ഓപ്പൺ ഓഡിറ്റോറിയത്തിലുണ്ടാകണം. അവിടെ ഒരു 30-35 മിനിറ്റ് ക്ലാസ് ഉണ്ട്, ചിലപ്പോൾ കൂടുതലുണ്ടാവും. ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ് കഴിയുമ്പോഴാണ് ഉടമ്പടി ഫോം തരുന്നത്. പണ്ട് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലുള്ളവർക്ക് പ്രാർത്ഥനാ ദിവസം ഉടമ്പടി ഇല്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഈ വർഷം മുതൽ ആരെല്ലാം പുതുതായിട്ട് ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെ കൗൺസിലിംഗിന് വിടും. അപ്പോൾ അവിടെയൊക്കെ പോകേണ്ടത് വന്ന എല്ലാവരും അല്ല. ക്ലാസ് പങ്കെടുത്തിട്ട് ഉടമ്പടി ഫോം കൈപ്പറ്റിയവർ മാത്രമേ കൗൺസിലിംഗിന് പോകേണ്ട കാര്യമുള്ളൂ. മറ്റുള്ളവരെ ആ സമയത്ത് ഫ്രീ ആണ്, ഇരുന്ന് പ്രാർത്ഥിക്കാം. ഓഡിറ്റോറിയമൊക്കെ ഇവിടെ ഈ പ്രദേശം മുഴുവൻ ഫ്രീ ആയിരിക്കും. നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കാം. അമ്മയെടുത്ത് വരേണ്ടവർക്കും ഇവിടെ ആരും കൂടെ ഒന്ന് നേർച്ചയിടരുത്. നേർച്ചയിടുന്നതിന് വേണ്ടിയുള്ള നേർച്ചക്കുറ്റി അവിടെ ഇരിപ്പുണ്ട്. അവിടെ മാത്രം നേർച്ചയിടാവും, ഇവിടെ കൊണ്ടൊന്നും ഇടരുത്. പക്ഷേ അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. സ്വന്തം മാല, വിലപിടിപ്പിച്ച വസ്തുക്കൾ കൃത്യമായിട്ട് നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് കള്ളന്മാരുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. ഉടമ്പടി 3 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം പുതുക്കണമെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുക്കേണ്ടതാണ്. സാക്ഷ്യം എഴുതി കൊടുത്താലും ചിലപ്പോഴും പുതുക്കത്തില്ല. കാര്യം ആ സാക്ഷ്യം സ്വീകാര്യമായിരിക്കണം. ഉടമ്പടിയുടെ ഫീച്ചേഴ്സുള്ള സാക്ഷ്യമായിരിക്കണം. ഹെവി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ, ഉടമ്പടി കാലം ചുരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കും. അതിലെ ഉടമ്പടി ഫീച്ചേഴ്സാണ്. നിങ്ങൾ വല്ലതും കൊണ്ട് അമ്മായപ്പൻ്റെ കള്ളുകുടിമാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. കാര്യം ആളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. നിങ്ങൾ പറയുന്നത് സത്യമാണ് അറിയാം. എന്തെങ്കിലും ഉടായ്പ പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. കാര്യം ചില ആൾക്കാർ അത് ലഘുവായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ലഘുവല്ല, എല്ലാം സീരിയസാണ്. വിശ്വാസം ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാത്ത സ്ഥലമാണ്. ഈ സംശയമുള്ളവരാണ്, വിശ്വാസത്തെക്കുറിച്ച് സംശയമുള്ളവരാണ് ഒക്കട്ടെ, കിട്ടുക ഊട്ടി, പോയാൽ ചട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഴകുഴമ്പം പരിപാടി കാണിക്കണം. ഇപ്പോൾ ക്ലാപ്പ് എന്നും പറഞ്ഞൊരു പേപ്പറുണ്ട്. ഉടമ്പടി പുതുക്കണമെങ്കിൽ ആ ക്ലാപ്പിൽ 50 പോയിൻ്റ് ആവുള്ളൂ. അതിൽ 30 പോയിൻ്റ് സ്കോർ ചെയ്താലേ ഉടമ്പടി പുതുക്കാൻ പറ്റത്തുള്ളൂ. ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ 2 നിബന്ധനയാണ്. ഒന്ന്, അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ആകാത്ത സമയം ആയി വരണതും അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് കാനായിലെ ഒരു പാഠം. അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ പറയണതാണ് ഉടമ്പടി. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ എന്ന് പറയണതാണ് ഉടമ്പടി. എന്താണ്? അതിൽ വിശുദ്ധീകരണമുണ്ട്, ശക്തീകരണമുണ്ട്. വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കർത്താവ് പറഞ്ഞ അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനാ ജീവിതമുണ്ട്. കുമ്പസാരം, വിശുദ്ധ കുർബാന, അതിനോട് ബന്ധം വന്നിട്ടുള്ള ബൈബിൾ വായന, ബൈബിൾ ജീവിതം, അങ്ങനെ പോകും പ്രാർത്ഥനാ ജീവിതം. മറ്റത് അവൻ പറയണ പോലെ ചെയ്യുന്നത് കാരുണ്യ പ്രവൃത്തികളാണ്, പരിശുദ്ധ പ്രവർത്തനങ്ങൾ. അതിൽ നമ്മൾ പരിശുദ്ധ പ്രവർത്തനം ചെയ്യും, കർത്താവിനെ അറിയാത്ത അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. ഇപ്പോൾ എല്ലാത്തിനും പോയിൻറ്റ്സ് വരാൻ കാര്യം എല്ലാത്തിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ കുർബാനയ്ക്ക് പോകുന്നു, അപ്പോൾ അതിന് 5 പോയിൻ്റാണ് ഉള്ളത്. ഡെയിലി കമ്മ്യൂണിക്കേറ്റിന് 5 പോയിൻ്റാണ്. ദിവസ കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് 5 പോയിൻറ്റ്. ഞായറാഴ്ച മാത്രം പോയാൽ 3 പോയിൻറ്റ്. ഞായറാഴ്ച ഇടക്ക് മുടങ്ങിയാൽ 2 പോയിൻറ്റ്. അതാണ് എൻ്റെ കണക്ക്. അതുപോലെ തന്നെയാണ് ബൈബിൾ വായന. അരമണിക്കൂർ ദിവസം വായിച്ച 5 പോയിൻറ്റ്. 20 മിനിറ്റാണ് വായിക്കണമെങ്കിൽ 3 പോയിൻറ്റ്. 10 മിനിറ്റ് വായിക്കത്തുള്ളെങ്കിൽ 2 പോയിൻറ്റ്. ഇല്ലെങ്കിൽ 0. വായിക്കണേ ഇല്ലെങ്കിൽ 0. അതെല്ലാം ഉടമ്പടിയിൽ വരുമ്പോൾ, പുതുക്കാൻ വരുമ്പോൾ അതിന് പ്രത്യേക കൗൺസിലർ അതെല്ലാം നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കും. പത്രം കൊടുക്കണത് തന്നെ പ്രേക്ഷിത പ്രവർത്തനമില്ലേ, അത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ കർത്താവിന് ഏറ്റവും പറയാൻ കൊടുക്കുക 5 പോയിൻറ്റ്. സ്വന്തം ഇടവകയ്ക്ക് കൊണ്ടേ കൊടുത്താൽ 3 പോയിൻറ്റ്. സ്വന്തം അയൽവാസികൾക്ക് കൊടുത്താൽ 2 പോയിൻറ്റ്. ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥത അനുസരിച്ചാണ്, അതിൻ്റെ റീച്ചിങ് അനുസരിച്ചാണ് പോയിൻ്റ് വരണത്. ഇനി ഇടവകമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. ചില ആൾക്കാർ സ്റ്റാൻഡ് പിടിക്കാത്ത ക്രിസ്ത്യാനി ബൈപ്പാസ് വഴി ധ്യാനകേന്ദ്രങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണില്ല. നിങ്ങൾക്ക് ജ്ഞാനസ്ഥാനം തന്ന ആരാണെന്ന് ചോദിക്കും ആദ്യം. ആ ഇടവകയോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി കാരണം കുദാശ വിലക്കുണ്ടാകാം, അതോടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട. എങ്കിലും ഏതെങ്കിലും വിധത്തിലൊക്കെ ഇടവകയോടൊക്കെ ബന്ധമുണ്ടാകണം. അതേസമയം തന്നെ അങ്ങനെയുള്ള സങ്കടക്കാരെ ഞങ്ങൾ ഇവിടെ പരിപാലിക്കും, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ സങ്കടത്തിൻ്റെ കാലം കഴിയണവരെ, സഭയുമായി അനുജനപ്പെടുന്നവരെ, നിങ്ങളുടെ കണ്ണുനീരിന് ധ്യാനകേന്ദ്രം ഇവിടെ അമ്മ സമാധാനം ഉണ്ടാക്കും. അവിടെ നിങ്ങൾക്ക് എനിക്ക് സഭാ വിലക്കുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിൽ അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ദുർമാതൃകയായിട്ട് മറ്റുള്ളവരും അത് അനുഷ്ഠിക്കും. അപ്പോൾ ഇടവക അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. ധ്യാനകേന്ദ്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള കരുണയുടെ ഒരു ഇടമാണ്. അവിടെ ഞങ്ങൾ നിങ്ങളുടെ കണക്കൊന്നും ചോദിക്കത്തില്ല.
എങ്കിലും നിങ്ങളെ സന്ധിച്ച് നിർത്തും. നിങ്ങളുടെ വേദനയുടെ സമയത്ത് നിങ്ങളെ കൂടെ നിൽക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഓർത്ത് ഞാൻ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ജീവിക്കുന്നത്, എനിക്ക് ദൈവം അനുഗ്രഹിക്കത്തില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. പക്ഷേ ഇടവകയോട് ബന്ധപ്പെടുന്ന ജീവിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് അവിടെ സംഘടനകളുണ്ട്, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ടോ, അതൊക്കെ ഞങ്ങൾ 5 പോയിൻ്റാണ് ഉള്ളത്. കുറവാണെങ്കിൽ പോയിൻ്റ് കുറഞ്ഞ് വരും. അപ്പോൾ ഒരു ശക്തീകരിക്കപ്പെട്ട സഭ, ദൈവത്തിൻ്റെ മഹത്വമായ സഭ, അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ടല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനല്ലേ, നിങ്ങളെ വളർത്താൻ വേണ്ടിയുള്ള അമ്മയുടെ അടുത്ത് വന്നിട്ട് പോലും നിങ്ങൾക്ക് വളരാൻ ഒത്തില്ലെങ്കിൽ പിന്നെ ഇനി എവിടെയാണ് ഇടം. അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നല്ല എന്തൂസിയാസമായിട്ട് വേണം സാക്ഷി ജീവിതം കൈകാര്യം ചെയ്യാൻ. ഒരു പിശാചിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യം. സർപ്പത്തിന് തലതല്ലി തകർക്കാൻ വേണ്ടി സൃഷ്ടിച്ച ആളാണ് അമ്മ. അമ്മ നോക്കിക്കോളൂ. പിന്നെ ഞങ്ങൾക്ക് കുടുത്രം ചെയ്ത് ശത്രുദോഷമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനം ആവശ്യമില്ല. നമ്മളിവിടെ ആഘോഷിക്കുന്ന വ്യാകുലമാതാവിനെ അല്ല, സർപ്പത്തിൻ്റെ തലക്ക് തകർത്ത ആളിൻ്റെ അമ്മയെ ആണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ഓർത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഉടമ്പടി പിടിക്കാത്തതിൻ്റെ കാര്യം ഇപ്പോഴും അവർ ചെയ്തു, ഇവർ ചെയ്തു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് തന്നെ അവിശ്വാസികൾ ഇപ്പോഴും ഇല്ലേ. നമുക്കറിയാമല്ലോ ഏറ്റവും ശക്തനായ അമ്മ ഏത് സഭയിലാണ് ക്യൂനായിട്ട് അവരോധിക്കപ്പെടുന്നത്, അതാണ് ഏറ്റവും ശക്തമായ സഭ. അതുകൊണ്ട് അപ്പോസ്തലികമായ സഭയിലെ അംഗങ്ങളല്ല ആയിട്ടുള്ള എല്ലാവർക്കും ഉടമ്പടിയുടെ കൗദാശിക തലങ്ങൾ ബാധകമാണ്. ഇപ്പോൾ CSIക്കാരുണ്ട്, അപ്പോൾ ഓർത്തഡോക്സുകാരുണ്ട്, അതുപോലെ തന്നെ അതുപോലെയുള്ള സഭകൾ, അപ്പോസ്തലിക സഭയിൽ ചരിത്രപര സഭകൾ, ഇപ്പോൾ ചരിത്രപര സഭകൾ അവരുടെ സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം ഉടമ്പടി എടുത്തവരെ. ഏത് സഭകളാണ് നിങ്ങളുള്ളത്? എല്ലാ സഭയിലുള്ളവരും അക്രൈസ്തവരും ഒക്കെ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ കണ്ണുനീര് ഒപ്പാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഉടമ്പടി ചെയ്യാൻ അവർക്ക് ഉടമ്പടി കുദാശ ജീവിതം ഉള്ളത് കാരണം ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കളെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ സഹായിക്കാനുള്ള സംവിധാനമുണ്ട്. കാര്യം ക്യാൻസറും കടവും കണ്ണീരുമായിട്ട് വരുമ്പോൾ ജാതി മതവും പറയണത് ക്രിസ്ത്യ സഭയ്ക്ക് ക്രിസ്ത്യ സ്നേഹത്തിന് നിരക്കാത്തതാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും മതം മാറ്റമാണ്, അതൊക്കെ ചുമ്മാ പോഴന്മാർ കാര്യം അറിയാൻ പറ്റാൻ സംസാരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അതല്ല, ജനങ്ങളുടെ കണ്ണുനീരൊപ്പുക എന്ന് മാത്രമാണ് ഈ ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ടാണ് കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് റിപ്പയർ വന്നപ്പോൾ പോയതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പോളിസി മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതറിഞ്ഞ് വേണം അക്രൈസ്തവർ കൃപാസനത്തെ വിമർശിക്കാൻ. കാര്യം ഈ ഒരു സംവിധാനം ആശ്വാസത്തിൻ്റെ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക.